ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ബുള്ളറ്റിൻ്റെ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യുന്നൊരു വീഡിയോ ആണ്. നമുക്കൊരു ഓയിൽ ഫിൽറ്റർ വേണം. ബുള്ളറ്റിൻ്റെ ഒറിജിനൽ എന്നാണ് വാങ്ങിയത്. പിന്നെ നമ്മൾ ഗൾഫിൻ്റെ ഓയിലാണ് എടുത്ത് 16 കിലോമീറ്ററാണ് ഈ ഓയിലിന് ഇത് പറയുന്നത്. പിന്നെ 15-45 ഗ്രേഡ് വരുന്നത്. പിന്നെ 1200 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ എങ്ങനെ സിമ്പിളായിട്ട് മാറ്റാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. സമയം കളയാണ്ട് നമ്മൾ വീഡിയോയിൽ പോകാം. ഫസ്റ്റ് നമ്മൾ 19 ഒരു ബോക്സ് എടുത്തിട്ട് ഫസ്റ്റ് ഒരു ഡ്രെയിൻ ബോൾട്ട് ഉണ്ടാവും, അത് നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് സെക്കൻഡറി ഡ്രെയിൻ ബോൾട്ട് അതിൻ്റെ ഫ്രണ്ടിലുണ്ടാവും, 12-നാണ് വരിക. അതുകൊണ്ട് ഇത് ഊരിയതിന് ശേഷം നമുക്ക് ആ 12 ഡ്രെയിൻ ബോൾട്ട് കൂടി അയക്കണം. അതിന് കുറച്ച് ഈ ഒരു ഓയിലിൻ്റെ പാത്രം മുന്നോട്ടാക്കി വെക്കണം, അങ്ങോട്ട് എത്തിയില്ലെങ്കിൽ ഓയിൽ പുറത്തേ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ഈ ഒരു ഡ്രെയിൻ ബോൾട്ട് 19 അയച്ചതിന് ശേഷം അതിൻ്റെ നേരെ ഫ്രണ്ടിലുണ്ട്, അതും കൂടി ഒന്ന് അയച്ചു കൊടുക്കണം, എന്നാലോ കറക്റ്റ് ഓയിൽ വരും. ഇനി അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഓയിൽ ഡ്രൈനേജ് ഫിൽറ്റർ ഉണ്ടാവും, അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് നിർബന്ധം കൊടുക്കണം. അതുകൊണ്ട് ഇതിൻ്റെ നേരെ ഫ്രണ്ടിലെണ്ണായിട്ടാണ് വരിക, കണ്ടോ 12 ഒരു ബോൾട്ട് കൂടിയും വരും, കണ്ടോ ആ ഒരു ഓയിലിൻ്റെ ആ ഒരു ബോൾട്ട് കൂടി നമ്മൾ ഡ്രൈൻ ബോൾട്ട് കൂടിയും സെക്കൻഡറി അതും കൂടി ഒന്ന് അയച്ച് കൊടുത്താൽ ക്ലിയർ ആയിട്ട് എല്ലാ ഓയിലും കൊടുക്കും. ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഓയിൽ ഡ്രൈൻ ബോൾട്ടിൻ്റെ ഫിൽറ്റർ ഉണ്ടാവും സൈഡിൽ, അതും കൂടി 8-2 ഞെട്ടാൻ വരും, അതും കൂടി ക്ലിയർ ആക്കി അയച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അതിൽ കൂടുതലും ഈ കരടൊക്കെ വരാൻ സാധ്യതയുണ്ട്. അടിഞ്ഞ് നമ്മളെ എഞ്ചിൻ്റെ കാര്യങ്ങളുടെ കരടൊക്കെ ആ ഒരു ഓയിൽ ഫിൽറ്ററിൻ്റെ അതിൻ്റെ ഉള്ളിലാണ് വരിക. ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് ഈ 2 ബോൾട്ടും നമ്മൾ അയച്ച് വെച്ചതിന് ശേഷമാണ് നമുക്കത് അയക്കേണ്ടത്. പിന്നെ നമ്മളെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം ഇതുപോലത്തെ വീഡിയോസുമായിട്ട്. ഓക്കെ, എന്നതിന് ശേഷമാണ് ഈ ഓയിൽ ഡ്രൈൻ ബോൾട്ടിൻ്റെ ഫിൽറ്ററും കൂടി ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ. അതും കൂടി ഒന്ന് നിർബന്ധമായിട്ട് നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോൾ ക്ലീൻ ചെയ്ത് കൊടുക്കാൻ മറന്നു പോയത്. ഇതിൽ നല്ല റസ്റ്റും കാര്യങ്ങളൊക്കെ അടിഞ്ഞു കിടക്കാൻ സാധ്യതയുണ്ട്, നമുക്ക് അയച്ചു നോക്കാം. അതുകൊണ്ട് ഈ വണ്ടി മാത്രമല്ല, അത് ബുള്ളറ്റ് റോയൽ എൻഫീൽഡ് ക്ലാസിക് സ്റ്റാൻഡേർഡ് ഒക്കെ സെയിമാണ്. ഇത് സ്റ്റാൻഡേർഡ് EX എന്ന വണ്ടിയാണ് സെൽഫ് മോട്ടർ വരുന്നത്. അതുകൊണ്ട് ഈ ഒരു ടൈപ്പാണ് മാറ്റത് എഞ്ചിൻ ഓയിൽ തണ്ടർബോൾട്ടൊക്കെ ആക്കൊണ്ട് കണ്ടോ. ഇത് നിർബന്ധമായി നിങ്ങൾ ചെയ്യണം കേട്ടോ. അത് അത്രയും റസ്റ്റ് കയറി കിടന്ന് ഈ ഫിൽറ്റർ ബ്ലോക്ക് ആയാലും ഓയിൽ പമ്പിങ് പോപ്പുലറായി നടക്കാണ്ട് വരും. അതുകൊണ്ട് ആ കാര്യങ്ങൾ നല്ല ശ്രദ്ധിച്ച് കൊടുക്കാണ്ടോ. അത്രയും ഓയിൽ കണ്ടോ ഫുള്ള് ഒരു ഫിൽറ്റർ ബ്ലോക്കായി കിടക്കുകയാണ്. ഇതിന് ശേഷമാണ് നമുക്ക് ഓയിൽ ഫിൽറ്റർ സൈഡിൽ വരുന്ന ഒരു ഓയിൽ ഫിൽറ്ററും കൂടി ഉണ്ടാവും, അതാണ് നമുക്ക് സൈഡിൽ നിന്ന് മാറ്റി കൊടുക്കേണ്ടത്. പക്ഷേ ഇത് നിർബന്ധമായി ഓയിൽ ചേഞ്ചിൽ മാറ്റണം എന്തായാലും. പക്ഷേ താഴത്ത് ഡ്രൈൻ ബോൾട്ടിൻ്റെ ഫിൽറ്റർ ആ വരുന്ന ഭാഗം എന്തായാലും അയച്ച് ക്ലീൻ ചെയ്താൽ മറന്നു പോയത് കേട്ടോ. അതിൽ നിന്ന് ഇങ്ങോട്ട് പമ്പ് ചെയ്താൽ നമുക്ക് ഇതിലൂടെ അങ്ങോട്ട് ഔട്ട് ചെയ്യാൻ പറ്റുമോ. അതുകൊണ്ട് അത് നിർബന്ധമായി മാറ്റി കൊടുക്കണം. ഈ 2 കാര്യം ശ്രദ്ധിച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഓയിലിൻ്റെ ആ ഒരു ഒഴിക്കുന്ന ഭാഗത്തിലെ ഗ്യാപ്പൊക്കെ ഒന്ന് ലൂസാക്കി അയച്ച് വെച്ചേക്കുക. ഓയിൽ ഫുള്ളായിട്ട് ഇറങ്ങുന്നവരെ നമുക്ക് ഓയിലിന് ഫിൽറ്റർ നമുക്ക് ഓയിൽ ഇറക്കിയിടണം, കണ്ടോ. നമ്മൾ കുറച്ച് ഓയിൽ ആ ഒരു ഡപ്പയിലേക്ക് ഒഴിച്ചിട്ട് ആ ഒരു ഫിൽറ്റർ ഫുള്ള് ഇറങ്ങിക്കെടുക്കാനുള്ള ഓയിൽ ഒഴിച്ചിട്ട് ആ ഫിൽറ്റർ അതിൽ ഇറക്കിയിട്ട് അതുവരെ നമുക്ക് ബാക്കിയിലെ പിന്നെ ബോൾട്ടും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട്, അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാണ്ടോ. ഇത് നിർബന്ധമായിട്ടും ഇത് ചെയ്യാൻ മറന്നു പോയത്. അതുവരെ നമുക്ക് ബാക്കിയിലെ ബോൾട്ടും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുമ്പോഴേക്കും ഇത് ആ ഒരു ഫിൽറ്റർ ഇതിൽ ഇറക്കിയിട്ട് ഓയിലിലേക്ക് വന്നപ്പോൾ ഫുള്ള് ഓയിൽ നല്ലോണം ഇറങ്ങിക്കെടുക്കും. വന്നപ്പോൾ കണ്ടോ, അങ്ങനെ ആ ഫുള്ള് ഇറങ്ങിക്കെടുക്കാനുള്ള രീതിയിൽ ഓയിൽ ഒഴിച്ചിട്ട് ഇങ്ങനത്തെ ഒരു ഡപ്പയിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചിടാം. എന്നുവെച്ചാൽ നമ്മൾ ആ അയച്ച് വെച്ചൊക്കെ ക്ലീൻ ചെയ്തൊന്നും കാണിച്ചില്ല, ലാഗാവുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമുക്ക് ആക്കിയത്. അതുകൊണ്ട് കണ്ടീഷനായിട്ടൊക്കെ ക്ലീൻ ചെയ്ത് ഒക്കെ ക്ലിയർ ആക്കിയതിന് ശേഷം നമ്മൾ ആ ഒരു ഭാഗം കംപ്ലീറ്റ് ഒന്ന് തുടച്ചു കൊടുക്കുക. ഒരു വേസ്റ്റ് എടുത്തിട്ട് നമ്മൾ ആ അയച്ച ബോൾട്ടുകളൊക്കെ ഡ്രെയിൻ ബോൾട്ടിൻ്റെതും 2 ഡ്രെയിൻ ബോൾട്ടും ആ ഒരു ഫിൽറ്ററിൻ്റെ അതും കൂടി ഒന്ന് നല്ലോണം ആ ഭാഗം ക്ലിയർ ആയി നോക്കുക. അവിടെ ഒരു വാഷർ വരും, നമ്മൾ അയച്ചില്ല, നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ 2 വാഷർ വരുന്നുണ്ട്, ഇതിനും ഉണ്ടാവും. പിന്നെ ഫ്രണ്ടിലത്തെ സെക്കൻഡറി ഓയിൽ ബോൾട്ടിനും ഉണ്ടാവും. അതും കൂടി ഒന്ന് ഇത് ക്ലിയറായി ചെക്ക് ചെയ്ത് നോക്കുക. വാഷർ ഇടാൻ മറന്നു പോയത് എന്ന് അനാബോണ്ട് കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റ് ഓയിൽ ബോൾട്ട് ഫിറ്റ് ചെയ്തതിന് ശേഷം ഫ്രണ്ടിലത്തെ സെക്കൻഡറി കൂടി 12 ആ ഒരു ബോൾട്ടും കൂടി ടൈറ്റായി കൊടുക്കുക. വാഷർ ശ്രദ്ധിക്കണം. കഴിഞ്ഞ് പോകുമ്പോഴൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിന് ശേഷം അതും കൂടി ടൈറ്റായ ശേഷമാണ് നമ്മൾ ഡ്രൈൻ ബോൾട്ട് ഓയിൽ ഫിൽറ്ററിൻ്റെ ആ കാര്യം കൂടി ഒന്ന് ആൾ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത് ആ ഫിൽറ്ററും കൂടി ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഫിൽറ്റർ നിങ്ങൾ നിർബന്ധമായും ഓരോ ഓയിൽ ചേഞ്ചിലും ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കരുത്. ഈ ഒരു വണ്ടി മാത്രമല്ല, എല്ലാത്തിനും ഇങ്ങനത്തെ ഡ്രെയിൻ ബോൾട്ടിൻ്റെ അവിടെ ഓയിൽ ബോൾട്ട് വരുന്ന ടൈപ്പ് ഉണ്ട്. ഒരു ആക്റ്റീവേൻ്റെ ഒക്കെ വേറെ ടൈപ്പിലാണ് വരുന്നത്. അതുകൊണ്ട് അതുകൂടി ശ്രദ്ധിച്ച് കൊടുക്കുക. അതുകൊണ്ട് ഇത് ബ്ലോക്കായ വണ്ടിക്ക് ഹീറ്റ് ആവാനും സൗണ്ട് മാറാനൊക്കെ സാധ്യതയുണ്ട്. അതാണ് കറക്റ്റായിട്ട് ഇത് പോപ്പുലറായിട്ട് ചെക്ക് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, എന്നുവെച്ചാൽ 2 ബോൾട്ട് കുടിക്കാൻ ശേഷം ഒരു 8-ൻ്റെ ബോക്സ് റാഡും വെച്ചിട്ടാണ് നമ്മൾ ടൈറ്റ് ആക്കുന്നത്. അതുകൊണ്ട് ആ ടൈറ്റ് ആയതിനു ശേഷം വേണം നമുക്ക് സൈഡിലത്തെ ഓയിൽ ഫിൽറ്റർ ഫിറ്റ് ചെയ്യാൻ. പിന്നെ നമ്മൾ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇതുപോലത്തെ വീഡിയോസായിട്ട്. എന്നിട്ട് ശേഷം നമ്മൾ ആ ഫിൽറ്ററിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് നമ്മൾ ആ ഭാഗം ക്ലീൻ ചെയ്തിട്ടാണ് ഇത് ഫിറ്റ് ചെയ്ത് ക്ലീൻ ചെയ്യുന്ന എടുത്തില്ല എന്നുള്ളൂ.
എന്നിട്ട് ഫസ്റ്റ് ഓറിങ് അതിൻ്റെ ഫിൽറ്ററിൻ്റെ ഫസ്റ്റ് വരുന്ന ഓറിങ് അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ 3 ഹോൾസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഓയിൽ പമ്പിൽ കയറാൻ എല്ലാവർക്കും ക്ലിയർ ആണോ നോക്കുക, എന്തെങ്കിലും ബ്ലോക്കായി കിടക്കുന്നുണ്ടോ നോക്കണം കേട്ടോ. അതിന് ശേഷം നമ്മൾ ഫിൽറ്റർ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു ഓറിങ് കൂടി ഉണ്ടാവും ഈ ടോപ്പ് മേൽ. ആ ടോപ്പ് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഈ ഓയിൽ ലീക്ക് വരാൻ സാധ്യതയുണ്ട് ഡിസൈഡ് കൂടെ. അതുകൊണ്ട് കറക്റ്റ് ഈ ഒരു ടോപ്പ് ഇടാൻ നോക്കുക ഓയിൽ ഫിൽറ്ററിൻ്റെ. എന്നാൽ കറക്റ്റ് 3 പിന്നെ ആ ഒരു ബോൾട്ട് ഒരുപോലെ ടൈറ്റ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ ക്രോസിനൊക്കെ വാങ്ങിയാൽ ത്രെഡ് കംപ്ലൈൻ്റ് ആകാനൊക്കെ സാധ്യതയുണ്ട്. അതും കൂടി ശ്രദ്ധിച്ചു കൊടുക്കുക. അത് ചെയ്തതിന് ശേഷമാണ് നമുക്കിനി ഓയിൽ ഒഴിക്കേണ്ടി കണ്ടീഷനായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്ത് ഒരു ഓയിൽ ഫിൽറ്ററിന് നമുക്ക് ഓയിൽ ഒഴിക്കാം. ഓയിൽ നമ്മളിത് ഫസ്റ്റ് ഒഴിക്കുന്നത് വെച്ചാൽ ഫിൽറ്റർ ഇറക്കി വെച്ച ഓയിലാണ് ഫസ്റ്റ് അതിൽ പിന്നെ ഒഴിച്ച് കൊടുക്കുന്നതിന് ശേഷമാണ് നമ്മൾ ബോട്ടിൽ ഓയിൽ കംപ്ലീറ്റ് ഒഴിക്കുന്നത്. 2.5 ലിറ്ററാണ് ഈ ഒരു ബുള്ളറ്റിന് വരുന്ന സ്റ്റാൻഡേർഡും ക്ലാസിക്കലും ഒക്കെ വരുന്ന ഒരു ഇതെന്നാണ് ഗൈഡ് എന്നാണ്. അതുകൊണ്ട് എന്നതിന് ശേഷം നമുക്ക് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഇത്ര പണിയിൽ നമ്മൾ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യാൻ. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ സ്റ്റാർട്ട് ചെയ്തു.